ക്യാമ്പ് വളരെ സജീവമായിട്ട് പോവാണല്ലോ അല്ലേ? എന്തൊക്കെയാണ് നിങ്ങളെ ക്യാമ്പിൻ്റെ അനുഭവങ്ങൾ? ഇപ്പോൾ ഏതായാലും 4ാമത്തെ ദിവസമാണ് നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിൽ ഇപ്പോൾ നിലവിൽ വന്നത് പിന്നെ നമ്മുടെ ഈ വർഷം കോളേജിൽ നിന്ന് ഇറങ്ങിയ ആളുകളുണ്ട്, പിന്നെ മുദരിസായിട്ട് വർക്ക് ചെയ്യുന്ന അവരുണ്ട്. അവരൊക്കെ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മുടെ ഈ പിന്നെ സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു സെൽഫ് അസസ്മെൻറ്റ് വിഷയങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ അവർക്ക് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത്രയും കാലത്തെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടാത്തത് അവർ സ്വന്തം ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവരിപ്പോൾ നിലവിൽ ഏത് പൊസിഷനിലാണുള്ളത്, എവിടെയാണുള്ളത് എന്നുള്ളത് കിട്ടാനും, അതേപോലെ അതിന് വെറും ഒരു അസസ്മെൻ്റ് ചെയ്തിട്ട് എഴുതി വെക്കുക എന്നതിലുപരി അതിൽ നിന്നുള്ള പരിഹാരം എന്ത് എന്നുള്ളത് ഓരോന്നും ഇപ്പോൾ 4 ദിവസം കൊണ്ട് അവർക്ക് തിരിച്ചറിയുന്നൊരവസ്ഥയിലേക്ക് എത്തി. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ഈ ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം 8ഉം 10ഉം ഒക്കെ വർഷം പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ ഒരു മതപണ്ഡിതൻ എന്ന ഭാവം രൂപപ്പെടാൻ വേണ്ടി അവർ ചെലവഴിക്കുന്നുണ്ട്. വളരെയേറെ കഠിനമായ പഠന പ്രോസസ്സുകൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു സമൂഹത്തെ നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാപ്തി, അത് സാമ്പത്തികമായോ അതല്ലെങ്കിൽ മാനസികമായോ പലപ്പോഴും അവരുദ്ദേശിക്കുന്നത് പോലെ കിട്ടാതെ പ്രയാസപ്പെടാറുണ്ട്. പക്ഷേ ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്ക് അത് കഴിയും എന്ന് തോന്നുന്ന ഒരു ബേസിക് മോഡ്. കാരണം ഒരു സദർ മുഅല്ലിം ആകുമ്പോൾ അയാൾ കേവലം ഒരു മദ്രസയിലെ എത്ര ഉസ്താദുമാരാണോ ഉള്ളത് അത്രയും ഉസ്താദുമാരുടെ ഇടയിൽ അവരെ അറ്റൻഡൻസ് നോക്കുക, പിന്നെ പട്ടിക ശരിയായിട്ടുണ്ടോ നോക്കുക എന്നതല്ല ആ ഉദ്യോഗമൊന്നും. മറിച്ച് ആ മദ്രസയിൽ വരുന്ന അത്രയും വിദ്യാർത്ഥികൾ, അവരുടെ ഫാമിലി, ആ ഫാമിലി ഉൾക്കൊള്ളുന്ന നാട്, ഈ നാട്ടിലെ ഒരു മുസ്ലിം ജനസമൂഹത്തിൻ്റെ ജീവിത നിലവാരം എന്താകണമെന്ന് തീരുമാനിക്കാൻ അധികാരമുള്ള, അതിന് ബാധ്യതയുള്ള ആളാണ് എന്ന് മാത്രമല്ല, പലപ്പോഴും ഇത്തരം ഒരു പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ നമുക്ക് കുറേ ബാധ്യത ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ അതെങ്ങനെ ആ ബാധ്യത നിർവഹിക്കാം എന്നത് കിട്ടാറില്ല. ഇവിടെ അങ്ങനെയല്ല, അത് കിട്ടും. അതായത് നമുക്കങ്ങനെ സാധിക്കും എന്നൊരു ബോധ്യത്തിലേക്കും അതിനുള്ള വഴികൾ തിരിച്ചറിയാനും എന്ന് മാത്രമല്ല, താല്പര്യമുള്ളവർക്ക് അത് നേടുന്നത് വരെയുള്ള ഫോളോ അപ്പ് അതുമാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഒരു വലിയ സംഭവമാണ് അൽഹംദുലില്ലാ. നമ്മുടെ ദീർഘകാലത്തെ പഠനവും നമ്മുടെ അനുഭവവും ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ളതാണ് ഈ ക്യാമ്പ്. ഒരു വേറിട്ട ഒരു ക്യാമ്പാണ്. ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനൊരു ക്യാമ്പ്. അവരിറങ്ങുന്ന സമയത്ത് അവർക്ക് എന്ത് ലഭിക്കണോ? ഒരു മണിക്കൂർ മലയാളത്തിൽ പ്രസംഗിച്ചാൽ കിട്ടാത്ത ഒരിതുപോലും അറബിയിൽ അവർ പോകുന്ന സമയത്ത് നാടിനെ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളത് പറയുമ്പോൾ അവർ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്നലത്തെ സെഷന് കഴിഞ്ഞപ്പോൾ പലവരും പിന്നെ സംസാരിക്കുകയുണ്ടായി. ഈ നമ്മൾ സംഭവം അറബിയിലാണല്ലോ, അതൊരു വിഭാഗത്തിൽ നിന്നുള്ള ആൾക്ക് ചെയ്യുമ്പോൾ പോലും നമ്മുടെ മുഖാത്തബിനെ അത് പിന്നെ മനസ്സിൽ എഫക്റ്റ് ചെയ്യുമെന്ന് പറയാം. അതിൻ്റെ സയൻറ്റിഫിക്കൽ രൂപവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അത് എഫക്റ്റ് ചെയ്യിപ്പിച്ചപ്പോൾ അതിനൊരു മോഡേൺ സയൻസിന്റെ പിൻബലമുണ്ട് എന്നും അത് പ്രായോഗികമാണ് എന്നും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർക്ക് ബോധ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, അടുത്ത ഒരു ബാച്ചിനെ ഇൻവൈറ്റ് ചെയ്യാൻ അവർ വില്ലിങ് ആകുകയാണ്. അതാണ് വലിയൊരു ഹൈലൈറ്റ്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ സദർ മുഅല്ലിം എന്നാണ് പറഞ്ഞത്. ഇനി ഖത്തീബാണെങ്കിൽ ഒരു ഖത്തീബ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു വെള്ളിയാഴ്ച ഖുത്ബ ഓതുക, നിക്കാഹിന് ക്ഷണിച്ചാൽ നിക്കാഹിന് പോവുക, എവിടെയെങ്കിലും ഒരു നിക്കാഹിലോ കല്യാണത്തിലോ എന്തെങ്കിലും ഒരു അരുതായ്മ വന്നാൽ അതിനെതിരെ അടുത്ത വെള്ളിയാഴ്ച പ്രസംഗിക്കുക എന്നതിലുപരി എൻ്റെ ഈ മഹലിൻ്റെ പരിധിയിലുള്ള ജനസമൂഹത്തിൻ്റെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം, അവരുടെ ആത്മീയത എവിടെ എത്തണം, അവരുടെ ആരോഗ്യം എവിടെ എത്തണം എന്നൊക്കെ തീരുമാനിക്കാനും അതിൽ കാര്യക്ഷമമായ ഇടപെടൽ, നല്ലൊരു ഇൻ്റർവെൻഷൻ അതിന് സാധ്യമാകും എന്ന് ബോധ്യപ്പെടുന്ന ഒരു സെഷൻ. അത് അൽഹംദുലില്ലാ വളരെയേറെ സമൃദ്ധമാണ് ആ വിഷയത്തിൽ. അതിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ബാച്ചിലേക്കും കൂടെ ആളെ ഇൻവൈറ്റ് ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊരു ശ്രോതാവിനോട് നമുക്ക് എന്ത് പറയാം? ഇതൊരു മാറ്ററാണല്ലോ അല്ലേ? അതിൽ നമുക്ക് തോന്നുന്നത് ഈ ഒരു പങ്കെടുത്ത പഠിതാക്കളുടെ അനുഭവം അതറിയണം. കാരണം ഇത്രയും കാലം ജീവിതം സമർപ്പിച്ചിട്ട് ഞാൻ എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഒരു വലിയ ആശങ്ക നിറഞ്ഞൊരു ഉത്തരം ഉണ്ടാകാറുണ്ട്. അതിന് പകരം അല്ല, ഞാൻ നേടിയിട്ടുണ്ട് എന്നും ഇന്ന് ലഭ്യമായ പ്രൊഫഷണലുകളുടെ കൂട്ടത്തിൽ
ഏറ്റവും നല്ലൊരു പ്രൊഫഷനാണ് ഞാൻ നേടിയത് എന്ന് ബോധ്യപ്പെടുന്ന ഒരു തലത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്ന, അതിനവരെ സഹായിക്കുന്നതാണ് ഇത്. ഈ ക്യാമ്പ് എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഒരു അഡ്വാൻസിലേക്കുള്ളൊരു സൂചന കൂടിയാണ്. അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ കൂടി ചെയ്തുകൊണ്ടുള്ള ഒരു 6 മാസം. പ്രാക്ടിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ സാധ്യതകൾ, സാമ്പത്തിക സാധ്യതകളും വലുതാണ്. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ അത് വിശദീകരിക്കാം. അതായത് ഇന്ന് ഒരാൾ ഒരു പ്രൊഫഷനായി ജോലി ചെയ്താൽ ലഭ്യമാകുന്നതിനേക്കാൾ സാമ്പത്തിക നേട്ടം അതുകൂടി ഇതേ പ്രൊഫഷൻ കൊണ്ട് നേടാം. പക്ഷെ അത് ആരുടെ ഔദാര്യമൊന്നും വേണ്ട. ഒരു ഭാഗത്ത് കമ്മിറ്റിയെ ശാക്തീകരിക്കാം, നാടിനെ ശാക്തീകരിക്കാം, മറുഭാഗത്ത് ആരുടെയും ഔദാര്യമൊന്നുമല്ലാതെ നേട്ടങ്ങൾ ധാരാളം നേടാം. എന്ന് മാത്രമല്ല, അതൊരു വലിയ സോഷ്യൽ വർക്കാണ്, ഒരു സോഷ്യൽ എൻജിനീയറിങ്, ഒരു സാമൂഹിക സൃഷ്ടിപ്പ്. ആ സാമൂഹിക സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ് എൻ്റെ ഈ ഉദ്യോഗം, എൻ്റെ ഈ പ്രവർത്തനം, എൻ്റെ ഈ സേവനം എന്ന് തീർത്തും ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന വലിയൊരു ഉദ്യോഗമാണ് എന്ന് ഇൻഷാ അല്ലാ നമ്മുടെ ബിരുദധാരികളായി സമീപകാലത്തിറങ്ങിയ, അതുപോലെ ഇനി ബിരുദധാരികളായി പുറത്ത് സമൂഹത്തിലേക്ക് എത്തിയിട്ടില്ല, ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, അത്തരം ആൾക്കാർക്ക് അവർക്കെല്ലാം ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന നല്ലൊരു വേദിയാണ്, നല്ലൊരു അവസരമാണ്. ഇൻഷാ അല്ലാ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് നമ്മെ സമീപിക്കാവുന്നതാണ്.